താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ദൈവം കേൾക്കുവാൻ തന്നെ എത്ര സുഖകരമായ പേര് അല്ലേ? വിശ്വാസികൾക്ക് മാത്രമല്ല, അവിശ്വാസികൾക്കും. ഇപ്പോൾ പള്ളിയിലോ അമ്പലത്തിലോ അങ്ങനെ ഒന്നും പോകാത്തവർക്കും ദൈവം ഒന്ന് കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷനൊന്നും, ചിലതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഇറിറ്റേഷനൊന്നും ഉണ്ടാകാറില്ല. ഇനി ഇറിറ്റേഷൻ ഉണ്ടാകുന്നവരുണ്ട്, നിരീശ്വരവാദികൾ. അവർക്ക് ദൈവം ഒന്ന് കേട്ടാലേ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്, അവരെ മാറ്റി നിർത്താം. അപ്പോൾ അവിശ്വാസികൾക്ക് പോലും ദൈവമെന്ന് കേൾക്കുന്നത് ഒരു ഉള്ളിലൊരു സുഖമുള്ള ഏർപ്പാടാണ് അല്ലേ? വിശ്വാസമൊന്നുമില്ലാത്ത ഒരാൾ വലിയൊരു കഷ്ടതയിലൂടെയോ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. മറ്റൊരാൾ പോയി ദൈവം അവരുടെ ജീവിതത്തിൽ അവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും എന്ന് പറയുമ്പോൾ അവർക്കൊരു ചെറിയ ആശ്വാസം കിട്ടാറുണ്ട്. ദൈവം പ്രവർത്തിക്കുന്നെങ്കിൽ പ്രവർത്തിക്കട്ടെ, അങ്ങനെ ഒരു ദൈവം ഇവർ പറയുന്നത് പോലെ ഉണ്ടെങ്കിൽ ചെയ്യട്ടെ എന്നൊക്കെയുള്ളൊരു മനോഭാവം. അത് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒത്തിരി അനുഭവിച്ചിട്ടില്ലേ? ഉണ്ട്, നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ളവരുണ്ട്. വിശ്വാസികൾക്കാണെങ്കിൽ പറയുകയും വേണ്ട, ഭയങ്കര സന്തോഷമാണ് ദൈവം എന്ന് പറഞ്ഞാൽ അയ്യോ. എന്നാൽ ദൈവം കഴിഞ്ഞാൽ അടുത്തെന്താ? പിശാച്. അവിശ്വാസികൾ പോട്ടെ, നിരീശ്വരവാദികളെ വിടാം, വിശ്വാസികൾക്ക് പോലും ദൈവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശവും ചോരത്തിളപ്പും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന വിശ്വാസികൾക്ക് പോലും പലപ്പോഴും പിശാചെന്ന് പറഞ്ഞാൽ പിശാചോ, ഭൂതം, പൈശാചിക ബന്ധനം, അശുദ്ധാത്മാവ്, ദുരാത്മാവ്, ഒന്ന് ചുമ്മാതിരി ദേവദാസൻ, ഇതൊന്നും അങ്ങനെയൊന്നും. ഇതാരാ പറയുന്നേ? വിശ്വാസികളാ പറയുന്നത്. ഭയങ്കര വിശ്വാസത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്നവരാ. പൈശാചിക ബന്ധനം, ദുരാത്മാവ്, അശുദ്ധാത്മാവ്. അപ്പോൾ ഇത് ഉൾക്കൊള്ളുവാൻ പലർക്കും കഴിയുന്നില്ല. ദൈവമൊക്കെ ഉണ്ട്, ശരിയാ, സമ്മതിക്കുന്നു. പക്ഷേ ഈ പൈശാചിക ബന്ധനവും ദുരാത്മാവും അശുദ്ധാത്മാക്കളും അതിൻ്റെ പ്രവൃത്തികളും അത് മുഖാന്തരം മനുഷ്യൻ അനുഭവിക്കുന്ന കാര്യങ്ങളും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ചിന്ത വരും, എന്തിനാ ദേവദാസനെ ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ പോരെ? ഈ പിശാചിനെയും പിശാചിൻ്റെ പ്രവൃത്തികളെയും അല്ലെങ്കിൽ ദുരാത്മാക്കളെയും അശുദ്ധാത്മാക്കളെയൊക്കെ കുറിച്ച് നമ്മൾ എന്തിനാ ചിന്തിക്കുന്നത്? ഇത് തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകത ഇങ്ങനെ ഞാൻ പറഞ്ഞു തരാം. മഴ പെയ്യുവാൻ പോകുന്നു തിരിച്ചറിഞ്ഞാൽ, അവഗണിച്ചാൽ എന്താ? പെട്ടെന്ന് മഴ വരും, നനയേണ്ടി വരും. നനഞ്ഞാൽ എന്താ? ആരോഗ്യമുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു എൻ്റർടൈൻമെൻറ്റ്. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ യാത്ര മുടങ്ങത്തില്ലേ? അല്പം ആരോഗ്യം കുറവാണെങ്കിൽ രോഗം വരത്തില്ലേ? മഴയുണ്ടെന്ന മുന്നറിയിപ്പ് അവഗണിച്ചാൽ യാത്ര മുടങ്ങും, രോഗം വരും, പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. മഴ ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടുകൾ അധികം ഉണ്ടാക്കാറുണ്ട്. നനയുന്നത് സുഖമാണ്, അവിടെ നിൽക്കട്ടെ. ഇനി ഇത് തിരിച്ചറിഞ്ഞ് മഴ പെയ്യുവാൻ പോകുന്നു തിരിച്ചറിഞ്ഞ് ഒരു കുടയും കൊണ്ട് പോയാലോ? ഒരു ജോലിയുമില്ല, ഫ്രീ ആയിരിക്കുക, ഒന്ന് കുളിച്ച് കളയാം. അങ്ങനെയാണെങ്കിൽ കുളിക്കാം. ഇല്ലെങ്കിലോ? യാത്രയുണ്ട്, ചില സ്ഥലങ്ങളിൽ എത്തേണ്ടതുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, നനയത്തില്ല, കൂടെ ഉണ്ടെങ്കിൽ. ഇത്ര മാത്രമേ ഉള്ളൂ അറിയേണ്ടത്. അറിഞ്ഞാൽ മുൻകരുതൽ എടുക്കാം, ചിലതിൽ നിന്ന് രക്ഷപ്പെടാം. അങ്ങനെ രക്ഷപ്പെടരുതെന്ന് ആരാഗ്രഹിക്കുന്നത്? പിശാച് തന്നെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പിശാചും ഭൂതോപദ്രവവും പൈശാചിക ബന്ധനവും എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുമാതിരി ഇറിറ്റേഷൻ. അതാരാ വരുത്തുന്നത്? പിശാച് തന്നെയാണ് വരുത്തുന്നത്. പക്ഷേ ബൈബിൾ അങ്ങനെ ഇതിനെ ഒന്നും മാറ്റി വയ്ക്കുന്നില്ല. നിങ്ങൾക്ക് ഇത്തിരി സന്തോഷമായിക്കൊള്ളട്ടെ, ആർക്ക്? നിങ്ങൾക്ക് തന്നെ സന്തോഷമായിക്കൊള്ളട്ടെ എന്ന് വെച്ച് പിശാചിനെക്കുറിച്ചോ ദുരാത്മാക്കളെക്കുറിച്ചോ അശുദ്ധാത്മാക്കളുടെ പ്രവൃത്തിയെക്കുറിച്ചോ ബൈബിൾ പറയാതിരിക്കുന്നില്ല. നോക്കൂ, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ നിലവിളിച്ച്, നസറനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആർ എന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. കർത്താവിനെ കണ്ട ഉടനെ അശുദ്ധാത്മാവുള്ള യേശു എന്ന് പറയാൻ നമുക്ക് സന്തോഷമാണ്. പക്ഷെ യേശുവിനെ കണ്ട ഉടനെ ഒരുത്തം വരിക, അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ. അങ്ങോട്ട് ചോദിക്കാം, നിനക്കും എനിക്കും തമ്മിൽ എന്ത്? നിനക്കും ഞങ്ങൾക്കും തമ്മിൽ എന്ത്? ഇത് തന്നെയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ആമേൻ. അശുദ്ധാത്മാവുള്ളവർ, പിശാചുള്ളവരൊക്കെ ചാടി വരും. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പിശാച്, അശുദ്ധാത്മാവ്, ഭൂതം, പ്രേതം ഇങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഉണ്ട്, നിങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ട്, നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ മടിയായതുകൊണ്ട്, മനസ്സിന് അതിനുള്ള പാകത വന്നിട്ടില്ലാത്തത് കൊണ്ട് റിയാലിറ്റി അല്ലാതാകുന്നില്ല, ബാധിക്കപ്പെട്ടിട്ടുണ്ട്.
ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. പിശാചിൻ്റെ പ്രവർത്തികൾ ആവോളം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമേ നാം ധ്യാനിക്കുവാനായി പോകുന്നത് ഒരു ധ്യാനം മാത്രമല്ല, ഇന്നൊരു വിടുതലിൻ്റെ ശുശ്രൂഷ കൂടെയാണ്. 4 നിലകളിലുള്ള അശുദ്ധാത്മാവിൻ്റെ ബാധിക്കലുകളും അതിൽ നിന്നുള്ള വിടുതലും. അതെ, ഇന്ന് ബാധിക്കപ്പെട്ടവരായി എന്നെ കേൾക്കുന്ന നിങ്ങളോടായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിളിച്ചു പറയട്ടെ, ബാധിക്കപ്പെട്ടവർ ഇന്ന് വിടുവിക്കപ്പെടുവാൻ പോകുക. അതേ, ആ ബന്ധനം അഴിയുവാൻ പോകുക, ആ കെട്ട് പൊട്ടുവാൻ പോകുക, പിശാചിൻ്റെ പ്രവർത്തികളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ പോകുക. അത് മുഖാന്തരം കരയുന്ന, നിരാശപ്പെടുന്ന, വേദനപ്പെടുന്ന ചിലർ വിടുവിക്കപ്പെടുവാൻ പോകുക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ഓ താങ്ക് ഗോഡ്, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. അതേ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, പിശാചിൻ്റെ പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ പോകുക. അപ്പോൾ ആ പ്രവർത്തികൾ നമ്മൾ തിരിച്ചറിയുന്നു, അതിനെ നമ്മൾ അഴിക്കുന്നു, ആ ബന്ധനത്തെ അഴിക്കുന്നു. റെഡിയാണോ? അപ്പോൾ അശുദ്ധാത്മാവ് അഥവാ പിശാച് ബാധിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഒന്ന്, പ്രതീക്ഷ നഷ്ടപ്പെട്ട് പോകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒരു ശബത്തിൽ അവനെന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. കൂനിയായ ഒരു സ്ത്രീ. എന്തുകൊണ്ടാണ് നീണ്ട 18 വർഷങ്ങളായി അവൾ കൂനിയായി പോയത്, അല്ലെങ്കിൽ അവൾ തല കുനിയപ്പെട്ടവളായി മാറിയത്? കാരണം അവിടെ വളരെ വ്യക്തമാക്കുന്നുണ്ട്, രോഗമെന്ന് മാത്രമല്ല, രോഗത്തിന് കാരണം ഒരു ദുരാത്മാവ്, അല്ലെങ്കിൽ രോഗാത്മാവ്, അല്ലെങ്കിൽ അശുദ്ധാത്മാവ്, ഡീമൻ, പൈശാചികമായൊരു ബാധിപ്പ് അവളെ രോഗിയാക്കി മാറ്റി. രോഗം അവളെ തലകുനിപ്പിച്ചു. മറ്റുള്ളവർക്കൊപ്പം നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആ രോഗം അവളുടെ തല കുനിപ്പിച്ചു. പലപ്പോഴും തല കുനിഞ്ഞു പോകുന്ന അനുഭവങ്ങൾ അല്ല, തല കുനിഞ്ഞവരായി എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങളിൽ പലരും. മറ്റുള്ളവർക്കൊപ്പം നിൽക്കുവാൻ തക്കതൊന്നും ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് രോഗം മുഖാന്തരം, അല്ലെങ്കിൽ ആ രോഗം അവൾക്കൊരു കുറവായി മാറി, തലകുനിയപ്പെട്ടു, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. മുൻപോട്ട് എന്താണ്? ഒന്നുമില്ല. നല്ലൊരു രോഗം ഉണ്ടെങ്കിൽ അത് തന്നെ ജീവിതം മുഴുവൻ ആ രോഗത്തിനൊപ്പം നരകിച്ച് അത് മുഖാന്തരമുള്ള നിന്ദയും അപമാനവും സങ്കടവും വേദനയും സഹിച്ച്, അയ്യോ വല്ലാത്ത അവസ്ഥയാ അല്ലേ ആ രോഗമുഖാന്തരം. മാതാവേ, പിതാവേ, ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഈ രോഗവുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഡോക്ടർ പറയുന്നത് കേട്ട്, ഒപ്പമുള്ളവർ പറയുന്നത് കേട്ട്, എങ്കിലും പറ്റുന്നില്ല. പലർക്കും ഒരു ഭാരമായി മാറിയിരിക്കുന്നു. എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത രോഗം. അർത്ഥം രോഗാത്മാവ് നിന്നെ തലകുനിപ്പിക്കുന്ന, നിന്ദിപ്പിക്കുന്ന, അതേ പരാജിതനെന്ന് നിന്നെ തന്നെ ബോധ്യപ്പെടുത്തി മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊന്നുമില്ല, ഏതുമില്ല എന്ന് വെച്ച് തലകുനിപ്പിക്കുന്ന ആ രോഗാത്മാവ് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോവുക. നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന ഒന്നും മുൻപിലില്ല, ഇനി എൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെയാണ്, ഈ രോഗം എനിക്കൊപ്പം കാണുമെന്ന് ചിന്തിപ്പിച്ച്, അതേ മാതാവ് നീ ഭാരപ്പെടുക. നിന്റെ തലമുറ അവൻ ജീവിതകാലം മുഴുവൻ രോഗിയായിരിക്കും. ഈ രോഗം അവനൊപ്പം കാണും. ഭാരത്തോടെ, നിരാശയോടെ, വേദനയോടെ ആയിരിക്കും. ആ രോഗാത്മാവ് ഒരു മരുന്നിനും ഒരു വൈദ്യനും സൗഖ്യമാക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവനെ ബാധിച്ചിരിക്കുന്ന ആ രോഗാത്മാവ് ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോവുക. തലകുനിപ്പിക്കുന്ന, നിന്റെ തലകുനിപ്പിക്കുന്ന, നീ പ്രാർത്ഥിച്ചിട്ട്, നീ ആരാധിച്ചിട്ട്, നീ ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ട്, എന്തുകൊണ്ട് നിന്റെ തലമുറയുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി കടന്നു വന്നു? എന്തുകൊണ്ട് അവൻ സൗഖ്യമാകുന്നില്ല? എന്തുകൊണ്ട് അവൾ സൗഖ്യമാകുന്നില്ല? എന്തുകൊണ്ട് രോഗത്തിന്റെ അവസ്ഥയിൽ തന്നെ ബാധിക്കപ്പെട്ടവരായി നിങ്ങളുടെ കുടുംബം ആയിരിക്കുന്നു? ചോദ്യം നിന്നോടാണ്. തലകുനിയുന്നുണ്ട്, അതേ തലകുനിയുന്നുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ കഴിയാതെ നിന്റെ തല നിവർത്തുവാൻ യേശു വന്നിട്ടുണ്ട്. യെസ്, യേശുവിൻ നാമത്തിൽ ആ ദുരാത്മാവ്, രോഗമിട്ട് വെല്ലുവിളിക്കുന്ന ആ ദുരാത്മാവ് നിന്റെ ഭവനത്തിൽ നിന്ന് പുറത്തു പോവുക. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്ത് അതങ്ങനെ സംഭവിക്കുക. ചില രോഗങ്ങൾ എന്നെ കേൾക്കുന്ന ചിലരുടെ തല കുനിപ്പിക്കുന്ന, നിന്ദയും അപമാനവും അനുഭവിക്കുന്നവരാക്കി മാറ്റുന്ന, പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന ആ രോഗാത്മാവ് വിട്ടുപോവുക. അതെ, പെൺകുഞ്ഞാണേ, വല്ലാത്ത പേടിയാ. ഈ രോഗം ഇങ്ങനെ ഉണ്ടെങ്കിൽ അവളുടെ ഭാവി, അവൾക്കൊരു നല്ല വിവാഹം വേണം, ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണം. പക്ഷേ ഈ രോഗത്തോടെ അവളെ സ്വീകരിക്കുവാൻ ആരും തയ്യാറാകത്തില്ല. മാതാവേ, പിതാവേ, മകളുടെ അടുക്കൽ കരയുന്നില്ല, സന്തോഷത്തോടെ അവൾക്കൊപ്പം ഉണ്ടെങ്കിലും ഉള്ളം കൊണ്ട് കരയുക. വിവാഹപ്രായത്തിലേക്ക് എത്തുന്നു, വിവാഹപ്രായമാകുന്നു,
കുഞ്ഞെ, നീയും അത് തിരിച്ചറിയുന്നുണ്ട്. ഈ രോഗത്തോടെ എനിക്ക് ഒരു വിവാഹ ജീവിതം ഉണ്ടാകത്തില്ല, ആ സന്തോഷം എനിക്ക് അനുഭവിക്കുവാൻ കഴിയത്തില്ല. നീ കരയുക. അതെ, നിന്നെ രോഗിയാക്കുന്ന ആ ദുരാത്മാവ്, സ്തോത്രം, ആ രോഗാത്മാവ് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോവുക. ആമേൻ. ആ പ്രതീക്ഷ നഷ്ടപ്പെടുത്തി കളയുന്ന ദുരാത്മാവ്, പരാജയത്തിൽ പെടുത്തി തലകുനിപ്പിക്കുന്ന ദുരാത്മാവ്, അല്ലേ, തല നിവർത്തുവാനേ കഴിയുന്നില്ല. ഒരാൾക്കൂട്ടത്തിന് മധ്യത്തിലെത്തുമ്പോൾ ചോദ്യം ഉണ്ടാകുന്നു, എവിടെയാ ജോലി ചെയ്യുന്നത്, എന്താ ജോലി? നേരത്തെ ആണെങ്കിൽ ഉണ്ടായിരുന്നു, ഇപ്പോ ഉള്ളത് പോയി, അതുകൊണ്ട് പറയുവാൻ കഴിയുന്നില്ല. ഉള്ളത് എപ്പം പോകുമെന്ന് അറിയത്തില്ല. ആ സ്ഥാപനത്തിൻ്റെ സ്ഥിതി കൂടിയിരിക്കുന്നവർക്കൊക്കെ അറിയാം. നീ ബാധിക്കപ്പെട്ടിരിക്കുന്ന ബാധിപ്പ് ഒപ്പമുള്ളവർക്കറിയാം. അതുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾ നിന്നെ തലകുനിപ്പിക്കുന്നു. അവർക്കൊപ്പം നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ തലകുനിപ്പിക്കുന്നു. ജോലിയില്ലാത്തത് കൊണ്ട്, വരുമാനമില്ലാത്തത് കൊണ്ട്, ജോലി കിട്ടാത്തത് കൊണ്ട്, പഠിത്തം കഴിഞ്ഞു ജോലിക്കായി ശ്രമിച്ച് പരാജയപ്പെട്ട് ഭവനത്തിനകത്ത് ഇരിക്കുന്നത് കൊണ്ട് തലകുനിയപ്പെട്ടവരായി അവൾ, ആ രോഗാത്മാവ് ബാധിച്ചവൾ പള്ളിക്കകത്തായിരിക്കുന്നു. മീൻസ് ഒരു വലിയ കൂട്ടത്തിൽ. പള്ളി സമൂഹത്തിൻ്റെ ചെറിയൊരു പരിച്ഛേദമാണ്. പല പല നിലകളിൽ ജീവിക്കുന്നവർ, പല മനസ്സുള്ളവർ അതിനകത്തുണ്ടാവാറുണ്ട്. പല സോഷ്യൽ സ്റ്റാറ്റസുകളുള്ളവർ അതിനകത്തുണ്ടാവാറുണ്ട്. പല നിലകളിൽ സംസാരിക്കുന്നവർ അതിനകത്തുണ്ടാകാറുണ്ട്. ആശ്വസിപ്പിക്കുന്നവരുണ്ടാകാറുണ്ട്, മുറിപ്പെടുത്തുന്നവരുണ്ടാകാറുണ്ട്, പരിഹസിക്കുന്നവരുണ്ടാകാറുണ്ട്, പൊങ്ങച്ചം പറയുന്നവരുണ്ടാകാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ, പള്ളിക്കകത്ത് എന്താ പൊങ്ങച്ചം? പള്ളിക്കകത്തോ പൊങ്ങച്ചമാണ് പൊങ്ങച്ചം. ഞങ്ങൾ മാത്രമേ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്നവരുള്ളൂ. ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്, ഞങ്ങളൊക്കെയാണ്, നിങ്ങളെല്ലാം പോക്കാണ്. ഞങ്ങളൊക്കെയാണെങ്കിൽ നിങ്ങളെല്ലാം പോക്കാണ്. അങ്ങനെ പറയുന്ന പൊങ്ങച്ചം പിടിച്ചവരുടെ കൂട്ടം. അവരുടെ അടുത്തൊക്കെ പോയിപ്പെട്ടാൽ അയ്യോ, ജീവിതം തന്നെ വെറുത്തു പോകും, അല്ലേ? എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ജോലി പോകത്തില്ല. ജോലി കിട്ടാതിരിക്കണമെങ്കിൽ എന്തോ കാര്യമുണ്ട്. അവളെ എനിക്ക് പണ്ടേ സംശയമുണ്ട്, അവനെ എനിക്ക് പണ്ടേ സംശയമുണ്ട്, ആ രാജ്യത്തിലല്ലേ, അപ്പോൾ അങ്ങനെ ജീവിച്ചത്. അയ്യോ, അല്ലേ സഹോദര, നിന്റെ ഭർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. സഹോദര, നിന്റെ ഭാര്യയെ കുറിച്ചാണ് പറയുന്നത്. പറഞ്ഞു തലകുനിപ്പിക്കുക. അതെ, ആ തലകുനിയലിന് ഇടയാക്കിയ ഇല്ലായ്മ, ജോലിയില്ലായ്മ, നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന ആ തൊഴിലില്ലായ്മ മാറിപ്പോകുക. ആ അശുദ്ധാത്മാവ് നിന്നെ പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ നിനക്ക് മുമ്പിലുള്ള വാതിലുകളെ അടച്ചു കളയുന്ന അശുദ്ധാത്മാവ് വിട്ടുപോകുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ഇപ്പോൾ അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. വാതിലുകൾ തുറന്നു വരിക. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുക, സ്ഥാപനങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുക, കരങ്ങളിൽ അതേ, നീ പ്രതീക്ഷിച്ചായിരിക്കുന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ നിന്റെ കരത്തിൽ ലഭിക്കുവാൻ പോവുക. റിസൾട്ട് ഉണ്ടാകുവാൻ പോവുക. യേശുവിൻ നാമത്തിൽ തലകുനിപ്പിക്കുന്ന ആ പരാജയം മാറിപ്പോകുവാൻ പോവുക. കുടുംബജീവിതം പരാജയപ്പെട്ടു, ഫലമോ തലകുനിഞ്ഞവനായി. പക്ഷെ എന്നിട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. രണ്ടുപേരും പരസ്പരം അടിച്ചു പിരിഞ്ഞു, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും. അത് വിടാം. എന്നിട്ടും അറിയാം, പല സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ സഹോദരൻ അറിയത്തില്ലേ, ഇത് അപമാനമാണ്, നിന്ദയാണ്. സഹോദരി, നിനക്കത് വ്യക്തമായിട്ട് അറിയാമല്ലോ. എന്നിട്ടും ഉള്ളിലകത്തിരുന്ന് പിശാച് പറഞ്ഞുകൊണ്ടിരിക്കുക, അവൻ ശരിയാവട്ടെ, അവൻ നേരെയാകട്ടെ, അവനല്ലേ തെറ്റ് ചെയ്തേ, അവൾക്ക് അങ്ങനെ പറയാമായിരുന്നു, അവൾ നേരെയാകട്ടെ. പറഞ്ഞ് അകന്നു പോയിക്കൊണ്ടിരിക്കുക. ആ ദുരാത്മാവ്, ആ തകർത്ത് കളയുന്ന, മുടിച്ചു കളയുന്ന, നശിപ്പിച്ച് കളയുന്ന ആ ദുരാത്മാവ് നിന്റെ കുടുംബജീവിതത്തിൽ നിന്ന് നിന്നെ തലകുനിപ്പിച്ച, പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയ, മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ, കെട്ടിച്ചയച്ചിട്ടും ആ മകൾ വീട്ടിനകത്ത് വന്നിരുന്ന് കണ്ണുനീർ കുടിക്കുന്നത് കാണുന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ സംജാതമാക്കിയ ആ ദുരാത്മാവ് ഇപ്പോൾ വിട്ടുപോകുക. പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ നിന്റെ തലമുറയുടെ കുടുംബജീവിതത്തെ തകർത്തു മറിക്കുന്ന ആ ദുരാത്മാവ് യേശുവിൻ നാമത്തിൽ അത് വിട്ടുപോകുക. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ചില ദുരാത്മാക്കൾ ആമേൻ വിട്ടുപോകുക. പരസ്പരം താഴുവാൻ കഴിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിപ്പിക്കുന്ന ദുരാത്മാവ്. ചെറിയൊരു സംഭവമേ ഉള്ളൂ കേട്ടോ. ഭർത്താവിന് മുമ്പിൽ ഒരാളിന് മുമ്പിൽ താഴുവാൻ കഴിയുന്നില്ല, ഭാര്യയുടെ മുമ്പിൽ ഒരാളിന് മുമ്പിൽ താഴുവാൻ കഴിയില്ല. എന്നിട്ട് സമൂഹത്തിലുള്ള എല്ലാ പൊട്ടന്മാരുടെ മുമ്പിലും തലകുനിച്ച് നിൽക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര വലിയ ഫൂളിഷ്നെസ്സാ. കുറ്റം നിങ്ങളുടേതല്ല, ആ
ആ പന്ന ദുരാത്മാവിൻ്റെതാ ശാസിച്ച് പ്രാർത്ഥിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന പുറത്തു പോകുക. ആമേൻ. ലോകത്തിന് മുമ്പിൽ തല കുനിക്കുവാനുള്ളവരല്ല നിങ്ങൾ. നിങ്ങളുടെ പങ്കാളിയുടെ മുമ്പിൽ നിങ്ങൾക്ക് തല കുനിക്കാം. ആമേൻ. ഒന്ന് വിട്ടുവീഴ്ച ചെയ്താൽ ആ പിശാച് പാട്ടും പാടി ഇറങ്ങി ഓടും. സ്തോത്രം. ആമേൻ. തല കുനിപ്പിക്കുക. തലമുറകളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചു, ജോലിയില്ല, പഠനം പകുതി വഴിയിൽ ഉപേക്ഷിച്ചു. നല്ല സ്വഭാവം, മറ്റുള്ളവർക്ക് പറഞ്ഞ് ചിരിക്കാൻ തക്ക സ്വഭാവത്തിലാണ് വളരുന്നത്. നന്നായി ജീവിച്ചുകൊണ്ടിരുന്ന പിള്ളേരാ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് പറയാൻ പോലും പറ്റുന്നില്ല. മദ്യം, പുകവലി, ദുശീലങ്ങൾ, അയ്യയ്യോ മോശം വർത്തമാനങ്ങൾ. കുഞ്ഞു പിള്ളേർ പോലും പറയുന്ന വാക്കുകൾ കേട്ടാൽ ഉറക്കം വരത്തില്ല അപ്പനും അമ്മയ്ക്കും. ഔവിധത്തിൽ തലമുറകൾ ബാധിക്കപ്പെട്ടിരിക്കുന്നു. അത് മുഖാന്തരം പിള്ളേരെയും കൊണ്ട് പല സ്ഥലങ്ങളിലും പോയി തല കുനിഞ്ഞവരായി എന്നെ കേൾക്കുന്നവരുണ്ട്. കൊച്ചു പിള്ളേരാ. അവർ സംസാരിക്കട്ടെ, അതൊരു സന്തോഷമല്ലേ നമ്മുടെ മക്കൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ. പക്ഷെ അല്പം കഴിയുമ്പോൾ സന്തോഷം മാറി ദുഃഖം വരും. തലകുനിച്ചിരിക്കുക. എന്നാലും കൊണ്ടുവരണ്ടായിരുന്നു, ആ വീട്ടിൽ എവിടെയെങ്കിലും ഇട്ടിരുന്നാൽ മതിയായിരുന്നു, കെട്ടിയിട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ചിന്തിച്ച് ഭാരപ്പെടുന്ന ചിലരുണ്ട്. തമാശ പറഞ്ഞതല്ല, മക്കളുടെ വായിൽ നിന്ന് വരുന്നത്, കുഞ്ഞു പിള്ളേരുടെ വായിൽ നിന്ന് വരുന്നത്, ആൺ പെൺ വ്യത്യാസമില്ലാതെ തലമുറകളുടെ വായിൽ നിന്ന് വരുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിപ്പിക്കുന്നു, ഹൃദയം കുത്തിക്കീറുന്ന വേദന സമ്മാനിക്കുന്നു, അപമാനിതരാക്കുന്നു. അതേ, അവരുടെ ഇല്ലായ്മകൾ, അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന ബാധിക്കപ്പെട്ട ചില ബാധിപ്പുകൾ, പൈശാചികമായ ചില ബാധിപ്പുകൾ, അതേ വിട്ടുപോകുക. വിശ്വസിക്കുന്നെങ്കിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. എത്ര പറഞ്ഞിട്ടും ആ തലമുറ കേൾക്കുന്നില്ല. ആലോചിക്കുക, എന്താ കർത്താവ് ഇങ്ങനെ? എൻ്റെ മകനല്ലേ, എൻ്റെ മകളല്ലേ, ഇവൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തേ? ആലോചിക്കുക. മനസ്സിലാകാത്തതേ അവളുടെ ചെവിയിലൂടെയല്ല അവൾ കേൾക്കുന്നേ, അകത്തിരിക്കുന്ന പിശാചിൻ്റെ ചെവിയിലൂടെയാണ് കേൾക്കുന്നേ. അവൾ കാണുന്നത് അവളുടെ കണ്ണിലൂടെയല്ല, അവൻ്റെ കണ്ണിലൂടെയല്ല, പിശാചിൻ്റെ കണ്ണിലൂടെയാണ് കാണുന്നേ. കേൾക്കത്തില്ല, നീ പറയുന്നത് കേൾക്കത്തില്ല. പ്രാർത്ഥിക്ക്, ആ ദുരാത്മാവ് വിട്ടുപോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കും. താങ്ക് ഗോഡ്. യെസ്, യേശുവിൻ നാമത്തിൽ പരാജയപ്പെടുത്തുന്ന, തലകുനിപ്പിക്കുന്ന, നിന്റെ തലമുറകളെ ഒന്നുമില്ലാത്തതാക്കി തീർക്കുന്ന, ഒന്നുമില്ലാത്തവരാക്കി തീർക്കുന്ന ആ ദുരാത്മാവ് യെസ് വിട്ടുപോകുക. പരാജയപ്പെടുത്തുന്ന ആ ബിസിനസ്സിനെ പരാജയപ്പെടുത്തി തകർത്ത് കളയുന്ന, തല കുനിപ്പിക്കുന്ന, മറ്റുള്ളവരുടെ മുൻപിൽ നിന്നെ അപമാന ഭാരമാക്കി തീർക്കുന്ന ആ ദുരാത്മാവ് വിട്ടുപോകുക. അമേൻ. ആ രാജ്യത്ത് നീ തുടങ്ങിയ ബിസിനസ്സിനെ തകർത്ത് നാട്ടിൽ പലരുടെയും മുമ്പിൽ തലകുനിപ്പിച്ച, മനസ്സിലായില്ലേ? നാട്ടിലെ പണമാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തത്, കടക്കാരനായി മാറിയിരിക്കുന്നു. പലരോടും ഒന്നും പറയുവാൻ കഴിയുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതേ, തലകുനിഞ്ഞായിരിക്കുക, പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. നീ തല നിവർത്തുവാൻ തക്കവണ്ണം ആ ദുരാത്മാവ് നിന്നെ പരാജയപ്പെടുത്തി. യെസ്, നിന്നെ പരാജയപ്പെടുത്തുന്ന, അതെ, നിന്നെ പരാജയപ്പെടുത്തുന്ന ആ ദുരാത്മാവ് ഇപ്പോൾ വിട്ടുപോകുക. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കുക, ആ ദുരാത്മാവ് വിട്ടുപോകുക. യാസ്, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആ ദുരാത്മാവ് അതേന്നെ ആ ശുശ്രൂഷയെ തകർത്ത് കളയുന്ന, നിന്റെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുന്ന, കർത്താവിനോട് പ്രയോജനപ്പെടുവാൻ വളരെ പ്രതീക്ഷയോടെ ഇറങ്ങിത്തിരിച്ചത് ഇന്ന് തലകുനിഞ്ഞായിരിക്കുന്നു. ഒപ്പം ശുശ്രൂഷിക്കുന്നവരുടെ മുമ്പിൽ തല കുനിപ്പിക്കുക, നിന്റെ തല നിവർത്തുവാൻ പോവുക. യെസ്, നിന്റെ ശുശ്രൂഷ മേൽ വെളിപ്പെട്ട് നിൽക്കുന്ന ആ ദുരാത്മാവ് യെസ് വിട്ടുപോവുക. പ്രാർത്ഥിക്കുക. ശുശ്രൂഷിക്കുവാൻ, പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ അപമാനിച്ച് നിന്റെ തലകുനിപ്പിക്കുന്ന, ഒന്നിനും കൊള്ളാത്തവനാക്കി തീർക്കുന്ന, പലരുടെയും വാക്കുകളിലൂടെ ഒന്നിനും കൊള്ളാത്തവരാക്കി തീർക്കുന്ന ആ ദുരാത്മാവ് വിട്ടുപോവുക. ആമേൻ, സ്തോത്രം. എങ്കിലും ചിലർക്കൊരു സംശയമാണ്, ദേവദാസനെ എങ്ങനെ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച ഉടനെ ദുരാത്മാവ് വിട്ടുപോകുമോ? അതിന് തക്കവണ്ണമുള്ള യോഗ്യതയൊന്നും എനിക്കില്ലല്ലോ. നമുക്കറിയാം ഒത്തിരി കുറവുകളുണ്ട്. പ്രശ്നത്തിലാ ദേവദാസനെ നടക്കത്തില്ല, പക്ഷേ നടക്കും. എങ്ങനെയാ? യേശു വന്നാൽ നടക്കും. അവിടെ ലൂക്കോസിന്റെ സുവിശേഷം 13:12 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. അവൾ തല നിവർത്തി. അതേ, സൗഖ്യമായി, ബന്ധനമഴിഞ്ഞു, കെട്ട് പൊട്ടി, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറായിക്കോ. അപ്പോൾ അടുത്ത് എന്ത് യോഗ്യതയാണ് ഉള്ളത്? യോഗ്യത ഒന്ന് മാത്രമേ ഉള്ളൂ. 16-ാമത്തെ വാക്യം, എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന ആബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്നുത്തരം പറഞ്ഞു. ആബ്രഹാമിന്റെ മകളായ, അവളുടെ ക്വാളിഫിക്കേഷൻ എന്താ? ആബ്രഹാമിന്റെ മകളാണ്. ഏത്? കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് പുറപ്പെട്ടു വന്ന അബ്രഹാമിന്റെ ബയോളജിക്കൽ ഡോട്ടർ അല്ല ഈ സ്ത്രീ. പിന്നെയോ
സ്പിരിച്വൽ ഡോട്ടറാണ് എന്ന് പറഞ്ഞാൽ ആത്മീയ മകൾ. വിശ്വാസത്താൽ അവൾ അബ്രഹാമിൻ്റെ മകളായി തീർന്നു. നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ വിശ്വാസികളാണ്, മീൻസ് നിങ്ങൾ അബ്രഹാമിൻ്റെ തലമുറകളാണ്. സോ ആ ദുരാത്മാവ് നിങ്ങളെ വിട്ട് ഓടിപ്പോവുക. യെസ്, യേശുവിൻ നാമത്തിൽ. അപ്പോൾ ആ ബാധ ഒഴിഞ്ഞു കേട്ടോ. തലകുനിപ്പിക്കുന്ന, പരാജയപ്പെടുത്തുന്ന ആ ബാധ ഒഴിഞ്ഞു. അതിനകത്തിനി അങ്ങനെ ഭാരത്തോടെ ഇരിക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. അടുത്ത് അശുദ്ധാത്മാവ് അല്ലെങ്കിൽ പിശാച് എങ്ങനെയാണ് ബാധിക്കുന്നത്? രണ്ടാമതായി, ഇരുട്ടിലാക്കി വായടപ്പിക്കും. നോക്കിയേ, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ, ഊമനും ചെകിടനുമാക്കി ഒരു മനുഷ്യനെ തീർത്ത ദുരാത്മാവ്, ആ ദുരാത്മാവിനെ കർത്താവായ യേശു ക്രിസ്തു പുറത്താക്കുന്നു, വായടപ്പിക്കുന്നു. ഒന്നും പറയത്തില്ല. കാരണം എന്താ? അങ്ങോട്ടൊന്നും കേൾക്കുന്നില്ല. അത് തന്നെ, അകത്തോട്ടൊന്നും കേൾക്കുന്നില്ല. നീ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, അല്ലേ സഹോദരി? പലതും പറയുന്നുണ്ട്, ചേട്ടാ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, മക്കൾ വളർന്നു വരിക, ഇതെന്ത് സ്വഭാവമാണ്, അവർ കുറച്ചുകൂടെ വളരുമ്പോൾ അവർക്കത് നാണക്കേടല്ലേ സഹോദരി? അല്ലേ? നിന്റെ വേദന പോട്ട്, മക്കളെ ഓർത്ത് അവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള, നല്ല വിദ്യാഭ്യാസം കൊടുക്കാനുള്ള, അവരുടെ വിവാഹം നടത്താനുള്ള ആ പൈസയാണ് ഈ കൊണ്ട് കളയുന്നത്, ഈ കുടിച്ച് നശിപ്പിക്കുന്നത്. നിങ്ങളുടെ ശരീരമാണ്. ഞങ്ങൾക്ക് നിങ്ങളല്ലാതെ മറ്റാരുണ്ട്? ഇല്ലേ സഹോദരി? കാല് പിടിച്ച് പറയുക, കെഞ്ചി പറയുക, പക്ഷെ അങ്ങോട്ട് കേൾക്കുന്നില്ല. നല്ലതെന്തെങ്കിലും തിരിച്ച് വാ തുറക്കുന്നുമില്ല. ആഴ്ച കോൺ തെറ്റി എവിടെയെങ്കിലും ഒരു മൂലയിലിരുക്കുക. ചിലർ മൂലയിൽ ഇരിക്കുന്നു എന്നൊരാശ്വാസമുണ്ട്. ഇന്നത്തെ ആധുനിക ശാസ്ത്രം പറയും അങ്ങനെ മിണ്ടാതിരിക്കുന്നെങ്കിൽ അത് തന്നെ ഒരു സന്തോഷമാണല്ലോ. ശരിയാ, ചിലരുടെ ഒരു നിലവാരം വെച്ച് നോക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത് ഒരു ഭാഗ്യമാണ്. പക്ഷേ വേദന തന്നെയല്ലേ? സ്വന്തം ശരീരവും നശിപ്പിച്ച്, മക്കൾക്ക് കൊടുക്കേണ്ടതും നശിപ്പിച്ച്, പല പല കൂട്ടുകെട്ടുകളിൽപ്പെട്ട് മോശം ആൾക്കാർ വീട്ടിലേക്ക് വരുന്നു. സുബോധമില്ലാത്തവർ, എന്ത് പറയുന്നു എന്നറിയാത്തവർ, എങ്ങനെ നോക്കുന്നു എന്നറിയാത്തവർ വീട്ടിലേക്ക് കടന്നു വരുന്നു. ഇരുട്ടാ ജീവിതം മുഴുവൻ, ഒന്നും പറയാതെ ഇരുട്ടിലാക്കി കളയുന്ന, ജീവിതത്തെ ഇരുട്ടിലാക്കി കളയുന്ന പിശാച്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നിടത്തു നിന്ന് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരോടും മറുപടി പറയുവാൻ കഴിയുന്നില്ല. പലരും ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ ജീവിതം ഇങ്ങനെ, ഇതിനൊരു മാറ്റം വരാത്ത, എന്ത് പറയാനാ അല്ലേ? എന്താ നിനക്ക് ജോലി കിട്ടാത്തേ? ബാക്കി എല്ലാവർക്കും ജോലി കിട്ടുകയല്ലോ. ഇത്രയൊന്നും പഠിക്കാത്ത പിള്ളേർക്ക് വരെ മാതാവേ, അവരും വാതുറക്കുന്നില്ല, നിനക്ക് മറുപടി പറയാനില്ല. സഹോദര, അതല്ലേ? എന്താ ഇത്രയും കടം നിന്റെ വീട്ടിനകത്ത് മാത്രം വന്നു കയറി? നിനക്ക് മാത്രം എന്താ കടം? വാതുറക്കാൻ പറ്റുന്നുണ്ടോ? ഇരുട്ടിലായിപ്പോയി. അല്ലാത്ത അവസ്ഥയാണ് അല്ലേ? രോഗം, പല പല പ്രശ്നങ്ങൾ. അതെ, പിശാച് കൊണ്ടിട്ട് വായടപ്പിച്ച് കളയും. വാ തുറക്കുവാനും പറ്റുന്നില്ല, വായടപ്പിക്കുന്നു. പലരുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ വായടപ്പിക്കുന്നു. ശത്രുവിന് മുൻപിൽ പോലും നിങ്ങളുടെ ഭാഗം വ്യക്തമാക്കുവാൻ കഴിയാതെ വായടപ്പിക്കുന്നു. ആ കോടതിയിൽ നീ പറയേണ്ടത് നിനക്ക് പറയുവാൻ കഴിയുന്നില്ല, വായടച്ചു പോകുന്നു. അവിടെ വരെ സ്ട്രോങ് ആയിട്ടാണ് പോകുന്നത്, പക്ഷെ അവിടെ എത്തുമ്പോൾ വായടച്ചു പോകുന്നു. ജഡ്ജ് പറഞ്ഞാലും വക്കീൽ ചോദിച്ചാലും ഇത് മാത്രമേ ഉള്ളൂ. പോരാ, നീ വായ് തുറന്ന് സംസാരിക്കുവാൻ പോയാ, വാ തുറക്കേ. യേശുവിൻ നാമത്തിൽ നിന്റെ വായടപ്പിക്കുന്ന ആ ദുരാത്മാവ് ഇപ്പോൾ വിട്ടുപോകുക. യേശു വന്നിട്ടുണ്ട് സഹോദരി. ആ ദുരാത്മാവ് വിട്ടുപോകുക. നിന്റെ ഭർത്താവിൽ നിന്ന്, മക്കളിൽ നിന്ന്, നിന്റെ ഭവനത്തിൽ നിന്ന്, നിന്നിൽ നിന്ന് വായടപ്പിക്കുന്ന ആ ദുരാത്മാവ് വിട്ടുപോകുക. ഓ താങ്ക് ഗോഡ്. നിന്റെ മക്കൾ കേൾക്കും, സംസാരിക്കും. നിന്റെ ഭർത്താവ് കേൾക്കും, സംസാരിക്കും. നിന്റെ ഭാര്യ കേൾക്കും, സംസാരിക്കും. ഓ താങ്ക് ഗോഡ്. ആ ദുരാത്മാവ് വിട്ടുപോകുക. അത് ദുരാത്മാവാണ് കേട്ടോ, ചുമ്മാ. അപ്പോൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാ. തിരിച്ചറിയുക, ദുരാത്മാവ്, അശുദ്ധാത്മാവ്, ഭീമൻ, അതിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയണം. എങ്ങനെ? കുറ്റിച്ചൂലും, കവളി മടലും, നാടൻ തെറിയും, അതൊന്നും കൊണ്ട് പറ്റത്തില്ല. ഭീഷണിയും കരച്ചിലും പറ്റത്തില്ല. യേശു വരണം, യേശു വരണം. യേശു വരണമെങ്കിൽ പ്രാർത്ഥിക്കുക. യേശു വന്നിട്ടുണ്ട്, അതിനെ പുറത്താക്കുക. ആമേൻ. മൂന്നാമതായി, അശുദ്ധാത്മാവിനാൽ ബാധിക്കപ്പെട്ടു ഉപദ്രവിക്കുന്നവരായി മാറുന്നു. നോക്കിയേ, 8-ാമത്തെ മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഗദരദേശത്തിൽ നിന്ന് 2 ഭൂതഗ്രസ്തന്മാർ പുറപ്പെട്ടു വരുന്നതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആരുടെ അടുക്കലേക്ക്? കർത്താവായ യേശു ക്രിസ്തുവിനെയും ശിഷ്യന്മാരുടെ അടുക്കലേക്ക്. അവർ അത്യുഗ്രന്മാരായിരുന്നു. മനസ്സിലായില്ലേ? ഏതാ? അത്യുഗ്രന്മാരായിരുന്നു. ബാ തുറന്നാൽ പച്ചത്തെറി, അടുത്ത് കിട്ടിയാൽ ഇടി, കുനിച്ചു നിർത്തി ഇടിക്കും. അല്ലേ സഹോദരി? ചവിട്ടും. എന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത്, ഒരു ബോധവുമില്ല. സ്വയം നശിപ്പിക്കും. അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുടിച്ചും പുകവലിച്ചും
മോശം കൂട്ടുകെട്ടുകൾപ്പെട്ടും സ്വയം നശിക്കുന്നു. ഉഗ്രന്മാരെ ഉപദ്രവിക്കും. ആരെ ഉപദ്രവിക്കും? അടുത്ത് ചെല്ലുവാൻ കഴിയത്തില്ല. ഉപദ്രവ, തെറിവിളിയാ, മോശം വാക്കുകളാ. അയ്യോ പറയണ്ട അല്ലേ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, ഉപദ്രവമാ. വാ തുറന്നാൽ ഉപദ്രവമാ. ഇവരുടെ അടുക്കിലേക്ക് ആരും എത്താത്ത വിധത്തിൽ ഈ ഉപദ്രവമൊക്കെ അതിനു വേണ്ടിയാ. അടുത്തേക്ക് ആരും എത്തരുത്. പിശാച് ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ ഭർത്താവിനെ വിടുവിക്കരുത്. കുറേ ആകുമ്പോൾ മടുക്കും, അവൻ എങ്ങനെ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് ഓടും. അത് തക്കോണം പിശാച് അവനെ വയലൻ്റ് ആക്കുക, മക്കളെ വയലൻ്റ് ആക്കുക. എനിക്ക് വേണ്ട, ഇങ്ങനെ മക്കൾ വേണ്ട എന്ന് പറഞ്ഞ് അമ്മയപ്പന്മാരെ ഓടിക്കും വിധം അവരെ വയലൻ്റ് ആക്കിക്കൊണ്ടിരിക്കുക. നോക്കിയേ, 8-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യന്മാരും ഈ മനുഷ്യൻ്റെ മേൽ നിൽക്കുന്ന ഇവനെ അത്യുഗ്രനാക്കി വയലൻ്റ് ആക്കി മാറ്റുന്ന ആ ഭൂതത്തെ പുറത്താക്കുവാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ അവിടെ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി എന്താ ഈ ദുരാത്മാവ് അല്ലെങ്കിൽ പിശാച് ചെയ്യുന്നേ? കാറ്റിനെ വീശിപ്പിക്കുക, കാറ്റാഞ്ഞു വീശുക. അപ്പോൾ ശിഷ്യന്മാരെവിടെയാ? കടലില്ല. കാറ്റാഞ്ഞു വീശുമ്പോൾ തിരമാല ഉയരും, തിരമാല ഉയരുമ്പോൾ പടക് മുങ്ങുമാറാകും. ഇട്ടിട്ട് ഓടത്തില്ലേ? അത് തന്നെ എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ച് ശരിയാക്കണം. കടന്നു പോയാലോ ഇവൻ്റെയൊക്കെ വിധം മാറും. അങ്ങനെ ഒരു കേസുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഏകദേശം ഇവിടെ നിന്ന് 250ഓളം കിലോമീറ്റർ പോകണം എറണാകുളത്ത്. 4-5 തവണ പോയിട്ടാ ഇവനെ ഒന്ന് മുമ്പിലിരുത്തി പ്രാർത്ഥിക്കാൻ പറ്റിയത്. 6-7 തവണ തീരുമാനിച്ച മീറ്റിംഗ് മുടങ്ങി. പിശാച് സമ്മതിക്കത്തില്ല. ഒന്നുകിൽ ഞങ്ങൾക്ക് പ്രശ്നം വരും, അല്ലെങ്കിൽ വണ്ടിക്ക് പ്രശ്നം വരും, അത് കഴിഞ്ഞ് അവിടെ പ്രശ്നം വരും, അത് കഴിഞ്ഞ് ഇവനെ കിട്ടത്തില്ല. പക്ഷെ പോയി കണ്ടുപിടിച്ചു. അവസാനം ആ ദുരാത്മാവ് വിട്ടുപോയി. ആ അക്രമിയാക്കി മാറ്റുന്ന, ഉപദ്രവിക്കുന്ന, ഭാര്യ ഉപദ്രവിക്കുന്ന, മക്കളെ ഉപദ്രവിക്കുന്ന, സ്വയം ഉപദ്രവിക്കുന്ന ആ ദുരാത്മാവ് വിട്ടുപോയി. ആമേൻ. അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ വയലൻ്റ് ആകുന്നത്. അവനറിയാം പ്രാർത്ഥന വെളിപ്പെട്ടാൽ ദുരാത്മാവ് പോകും. ആരെങ്കിലും വന്ന് പ്രാർത്ഥിച്ചാൽ ദുരാത്മാവ് പോകും. ആ ബന്ധനം വഴി. അതുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള സ്വയം ചതയ്ക്കുന്ന, ഉപദ്രവിക്കുന്ന ദുരാത്മാക്കൾ വിട്ടുപോവുക. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക സഹോദരി, സഹോദര. ആ ദുരാത്മാവ് വിട്ടുപോവുക. മാതാവേ, പിതാവേ, ആ ദുരാത്മാവ് വിട്ടുപോവുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചിലരെ ഉഗ്രന്മാരാക്കി, ഉപദ്രവിക്കുന്നവരാക്കി മാറ്റി മുൻപിൽ നിർത്തുന്ന ദുരാത്മാക്കൾ വിട്ടുപോവുക. താങ്ക് ഗോഡ്. അപ്പോൾ ദുരാത്മാക്കൾ വിട്ടുപോകും. ആദ്യം പക്ഷെ തിരിച്ചറിയണം, ഇന്നതാണ് കാരണം, ഈ ബാധിക്കപ്പെടലിന് ഇതാണ് കാരണം. അപ്പോൾ നമ്മളത് തിരിച്ചറിഞ്ഞു, അത് പുറത്തു പോയിരിക്കുന്നു. ആ ബന്ധനം അഴിഞ്ഞവർ ദൈവത്തെ സ്തുതിച്ചേ. താങ്ക് ഗോഡ്. ഒരു ആമേൻ പറഞ്ഞ്, ഒരു ഹല്ലേലൂയ പറഞ്ഞ്, ഒരു സ്തോത്രം പറഞ്ഞ്. ആ ബന്ധനം അഴിഞ്ഞ ബന്ധനം, ആ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പിന്നെയും പ്രാർത്ഥിക്കുക, തിരികെ വരാത്ത വിധം അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക. നിങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയവുമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് കാരണങ്ങൾ കണ്ടുപിടിക്കാം. ആ കാരണങ്ങൾക്കനുസരിച്ച് പിശാചിൻ്റെ പ്രവൃത്തികളെ തിരിച്ചറിഞ്ഞ് അതിനെ പുറത്താക്കാം. എന്തെങ്കിലും സംശയം തീർച്ചയായും നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ ഉണ്ടെങ്കിൽ ധൈര്യമായി കോൺടാക്ട് ചെയ്യാം. നമുക്ക് അത് പരിഹരിക്കാം കേട്ടോ. ഞങ്ങളുടെ പ്രാർത്ഥന കൂടെയുണ്ട്. ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ആ വിടുതൽ അനുഭവിക്കുവാൻ, ആ ഭൂതം മാറി, ദുരാത്മാവ് മാറി, സ്വസ്ഥതയും സമാധാനവും അനുഭവിച്ച് തല നിവർന്ന് നിൽക്കുന്ന ആ അനുഭവത്തിൽ നിങ്ങളെ എത്തിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കും. എന്നാൽ കണ്ടോ, വിശ്വസ്ത കർത്താവ് നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം, അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ വിടുതലിൻ്റെ ദിവസമായി തീരട്ടെ. എല്ലാ ബാധിപ്പുകളും, എല്ലാ പൈശാചികമായ ബാധിപ്പുകളും, പരാജയപ്പെടുത്തുന്ന, തലകുനിപ്പിക്കുന്ന, നിരാശപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന എല്ലാ ബാധിപ്പുകളും വിട്ടുമാറട്ടെ. രോഗികളാക്കി തീർക്കുന്ന ബാധിപ്പുകൾ, തലകുനിപ്പിക്കുന്ന ആ രോഗാത്മാവ് ഇപ്പോൾ വിട്ടുപോകട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് ആ രോഗാത്മാവ് വിട്ടുപോകുക. യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. തലമുറകളുടെ മേൽ വ്യാപരിച്ച് വെല്ലുവിളിക്കുന്ന ഉത്തരത്തിൽ നിന്റെ തലമുറയുടെ മേൽ വെളിപ്പെട്ട് നിൽക്കുന്ന ആ രോഗാത്മാവ് ഇപ്പോൾ വിട്ടുപോകുക. ആമേൻ. വളർച്ച കുറവുണ്ടാക്കുന്ന ആ രോഗാത്മാവ് യേശുവിൻ വിട്ടുപോകുക. സ്തോത്രം. പ്രാർത്ഥിച്ച് തൊഴിലില്ലാതെ ഭവനത്തിനകത്താക്കി തലകുനിപ്പിക്കുന്ന രോഗാത്മാവ്, മറ്റുള്ളവരുടെ മുമ്പിൽ ഇറങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ തലകുനിപ്പിക്കുന്ന, ജോലി കിട്ടുന്നില്ല, പ്രാർത്ഥിക്കുക സഹോദര, ആ രോഗാത്മാവ് വിട്ടുപോകുക. വഴി തുറക്കപ്പെടുക. ജോലി സാഹചര്യം അനുകൂലമായി തീരുക. ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. ആ വെല്ലുവിളി അഴിയുന്ന കൃപയ്ക്കായി നീ ജോലിക്കാരനായി മാറുക. ബാധ്യതകൾ തീരുക. കടഭാരങ്ങൾ മാറിപ്പോകുക. വഴി തുറക്കപ്പെടുക. പ്രാർത്ഥിക്കുക. തലകുനിപ്പിക്കുന്ന, നിന്ദിക്കുന്ന, സ്തോത്രം. ആ കടഭാരം മാറിപ്പോകുക. ആ പലിശക്കടം മാറുക. ജപ്തി നോട്ടീസ് അത് ക്യാൻസൽ ആവുക.
താങ്ക് ഗോഡ്. സഹോദരി പ്രാർത്ഥിക്കുക, കുടുംബജീവൻ അനുഗ്രഹിക്കപ്പെടുക, ഭർത്താവ് മടങ്ങി വരിക, ഭാര്യ മടങ്ങി വരിക, പ്രാർത്ഥിക്കുക, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ താങ്ക് ഗോഡ്, താങ്ക് ഗോഡ്. ആ ദുരാത്മാവ് വിട്ടുപോകുക, തലമുറകളുടെ മേൽ നിന്ന് ദുരാത്മാവ് വിട്ടുപോകുക, അവർക്ക് മുമ്പിൽ വഴികൾ തുറക്കപ്പെടുക, വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുക, റിസൾട്ട് ഉണ്ടാകുക. യാസ്, മത്സര പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്നവർക്ക് റിസൾട്ട് ഉണ്ടാകുക. ഓ സ്തോത്രം. സ്കൂളുകളിലേക്ക് ഒരുങ്ങിയായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, പഠന സാഹചര്യങ്ങൾ അനുഗ്രഹിക്കപ്പെടുക, വഴികൾ തുറക്കപ്പെടുക. കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കുക, നിന്റെ കരങ്ങളിൽ അവരെ പഠിപ്പിക്കുവാനുള്ളത് യാസ് എൻ്റെ കർത്താവ് തരിക. ആ ബന്ധനം അഴിയുക. യാസ് അച്ചടക്കവും അനുസരണവും ഉണ്ടാകുക, അവർക്ക് അഡ്മിഷൻ ലഭിക്കുക, ഭാവിക്ക് മേലുള്ള തടസ്സം മാറുക, വിവാഹം നടക്കുക. യാസ് പ്രാർത്ഥിക്കുക, പുനർവിവാഹങ്ങൾ നടക്കുക, ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങുക, രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുക, ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടുക, ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുക. പ്രാർത്ഥിക്കുക, ബാധിപ്പുകൾ വിട്ടുമാറുക, തകർത്ത് തരിപ്പണമാക്കുന്ന ബാധിപ്പുകൾ, പൈശാചികമായ ബാധിപ്പുകൾ വിട്ടുപോകുക, ലഭിക്കേണ്ട നന്മകൾ ലഭിക്കുക. യാസ് ഓഹരികൾ ലഭിക്കുക, കേസുകൾക്ക് തീർപ്പുണ്ടാകുക, രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട നന്മകൾ, ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ, അതേ രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്ന് നിന്റെ ഭവനത്തിലേക്ക്. യാസ് പ്രാർത്ഥിക്കുക, ആ നന്മ കടന്നു വരിക. യാസ് നഷ്ടപ്പെട്ടു പോയത് തിരികെ ലഭിക്കുക, ബിസിനസ്സുകൾ ചെയ്ത് നഷ്ടപ്പെട്ടു പോയത്, അതെ വിസ പ്രോബ്ലങ്ങളിൽ പിടിക്കപ്പെട്ടവർ, ആ ബാധിപ്പുകൾ വിട്ടുമാറുക. ആമേൻ. ഭവനങ്ങൾ പണിയുവാൻ ആഗ്രഹിച്ച് പകുതി വഴിയിൽ പണി മുടങ്ങിയായിരിക്കുന്നവർ, ഇറങ്ങുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ, വഴി തുറക്കപ്പെടുക, പണികൾ പൂർത്തിയാക്കപ്പെടുക, വസ്തുക്കൾ വാങ്ങുവാൻ വഴി തുറക്കപ്പെടുക, അഡ്വാൻസ് കൊടുത്ത വസ്തു നിൻ്റേതായി മാറുവാൻ പോകുക. യെസ്, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാൻ അത് നീ വാങ്ങുവാൻ പോകുക. സഹോദര ഒത്തിരി കണക്ക് കൂട്ടുന്നില്ലേ ഈ ദിവസങ്ങൾ? അത് നീ വാങ്ങുവാൻ പോകുക. ആ വാഹനം നിൻ്റെ ഭവനത്തിൽ കടന്നു വരുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായി സമാധാനമായി ഇവരായിരിക്കുന്ന ദിവസമായി ഈ ദിവസത്തെ അങ്ങ് മാറ്റിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.